ഒരു സഖാവിന്റെ മാനസികാവസ്ഥ. ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പട്ടി ഷോ തുടങ്ങിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടേ, അതായത് അനാഥമായ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അമ്മമാർ പറഞ്ഞപ്പോൾ എനിക്കും വേണം, 5 ലിറ്റർ വേണം, നേരിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച പല വൈകൃത മനസ്സുകളെയും നമ്മൾ കണ്ടു. TG മോഹൻദാസിനെ പോലെ സന്നദ്ധ പ്രവർത്തകരെ ഇകഴ്ത്തിയ അത്തരം ദുഷിച്ച മനസ്സുകളെ കേരളം കണ്ടു. അതേപോലെ തന്നെ മറ്റൊരു ദുഷിച്ച മനോഭാവവുമായി ഷാഹുൽ VK എന്ന് പറയുന്ന വെളിയങ്കോടുള്ള ഒരു സഖാവാണ് എന്ന് പറയുന്നു. പട്ടി ഷോയും തുടങ്ങി എന്നുള്ളതാണ് സന്നദ്ധ പ്രവർത്തകർ നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് പറയാം. ഇവരുടെയൊക്കെ മനസ്സിന്റെ വൈകൃതം എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ തുടങ്ങുന്ന റെസ്ക്യൂ പ്രവർത്തനം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അന്യമതസ്ഥർ പോലും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, 5 വക്ത് നമസ്കരിക്കുന്ന മുസൽമാനും. അല്ലേ? നമ്മൾ മതേതരത്വം പറയാൻ വേണ്ടിയിട്ട് 5 വക്ത് 5 നേരം നമസ്കരിക്കുന്ന മുസൽമാൻ എന്നാ പറയാം. അത്തരത്തിൽ മുസൽമാന്മാരായ ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുണ്ടേരി ഭാഗത്ത് തിരച്ചിൽ നടത്തിയ ആളുകളായിരിക്കും. സന്നദ്ധ പ്രവർത്തനത്തിൽപ്പെട്ട SDP അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ ആ ജേഴ്സി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഏതായാലും ആരായാലും അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഇടവേളയിൽ ഉച്ച സമയത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഐഡന്റിറ്റിയാണ്. മറ്റു മതസ്ഥരിൽ നിന്ന് ഒരു മുസ്ലിമിനെ വ്യത്യസ്തമാക്കുന്നത് 5 വക്ത് നമസ്കാര. ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമും എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാകട്ടെ, എത്ര തിരക്കേറിയ നേരമാകട്ടെ, അവിടെ നിസ്കാരം എന്നുള്ളത് അവന് നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളും രാഷ്ട്രീയപരമായ ലാഭത്തിന് വേണ്ടി ഇത്തരം വിഷയങ്ങളെ ഒരിക്കലും ഇകഴ്ത്തുകയില്ല. പിന്നെ ഇവരുടെയൊക്കെ താല്പര്യം എന്താണ്? ഇത് രാഷ്ട്രീയപരമായി ഒരു മേന്മ, ദൈന്യത നടിക്കാം മറ്റുള്ളവർക്ക് മുമ്പിൽ. കാരണം ഒരു സഖാവും കൂടിയാണ്. ഇതൊന്നുമല്ല സഖാക്കള്. മറ്റുള്ളവന്റെ വിശ്വാസത്തെ പട്ടിഷോ, മറ്റുള്ളവന്റെ വിശ്വാസത്തെ മറ്റൊരു തരത്തിൽ ഇകഴ്ത്തിക്കൊണ്ട് പ്രചരണം നടത്തുന്ന ആളുകളല്ല സഖാക്കള്. എല്ലാവരുടെയും വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയി എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് സഖാവ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരം മനോഭാവമുള്ള കുറച്ച് സഖാക്കന്മാരുടെ ഇടയിൽ ഞാനും അത്തരത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത്തരത്തിൽ പോസ്റ്റർ ഇടുന്ന ഇയാളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളമാണ് എന്ന് ജനങ്ങൾ, ആ നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാണ്. ഇതിന്റെ മുമ്പ് ഒരു നിസ്കാരം ചർച്ചയായി. സ്റ്റേജിൽ വെച്ച് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ആ മതപണ്ഡിതൻ നേരമായപ്പോൾ സ്റ്റേജിന്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളത്തുള്ള ടർക്കി ഉപയോഗിച്ചുകൊണ്ട് മഗ്‌രിബ് നമസ്കരിച്ചതിനെ ചാനലുകാരൻ സൂം ചെയ്തെടുത്തപ്പോ അതിനെ ചർച്ചയാക്കിയ കേരളത്തിൽ അടുത്ത ചർച്ച വന്നിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തന മേഖലയിൽ നിസ്കരിക്കുന്ന ഇത്തരം SDPI പ്രവർത്തകരുടെ, സന്നദ്ധ പ്രവർത്തകരുടെ ചിത്രം വെച്ചുകൊണ്ട്. ഇതവരുടെ വിശ്വാസമാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങളാരും അത്തരത്തിൽ നിങ്ങൾ വിലയിരുത്തുന്നില്ല? അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിൽ മതേതരത്വം എന്നുള്ള യഥാർത്ഥ ചിന്ത ഇന്ന് വരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത്. മറ്റുള്ളവന്റെ വിശ്വാസത്തെ മാനിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെയാണ് മതേതരത്വം ഉള്ളത്. അല്ലാതെ മറ്റുള്ളവന്റെ വിശ്വാസത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു മതേതരത്വ ചിന്ത, അത്തരം ചിന്തകൾ എവിടെ കൊണ്ടുപോയാ വെക്കുക? ഇത്തരം ഇകഴ്ത്തല് കൊണ്ടോ ഇത്തരം കളിയാക്കല് കൊണ്ടോ അവരുടെ വിശ്വാസത്തെ അവർ മാറ്റി നിർത്തുവോ? ഇസ്ലാം മത വിശ്വാസപ്രകാരം നമസ്കാരം എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട ദിനവും 5 വക്ത് നമസ്കരിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താവുന്ന ഒന്നല്ല. ആ നിസ്കാരത്തെ നിർബന്ധമായ ഒന്നിനെ അത് കൃത്യമായി ചെയ്യുന്നതോടൊപ്പം അതേ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ, നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കൂ, അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന സന്നദ്ധ പ്രവർത്തന മേഖലയിലേക്ക് അവരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതും വലിയ പുണ്യമാണ്, പുണ്യമായ ഒരു കർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ച ആളുകൾ ഇസ്ലാം നിർബന്ധമാക്കപ്പെട്ട, തന്റെ വിശ്വാസം നിർബന്ധമായി പറയപ്പെട്ട ഒരു കർമ്മത്തെ ഏത് മേഖലയിലാണോ അവിടെ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ആ വിശ്വാസപരമായ കാര്യത്തെ, അവരുടെ വിശ്വാസത്തെ ഇകഴ്ത്തിക്കൊണ്ട് പോസ്റ്റർ ഇടുമ്പോൾ, വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ഈ നാളുകളിൽ പല രീതിയിലുള്ള മനുഷ്യ ദുരന്തങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്
ഈ ഇകഴ്ത്തലിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം ഒരു വിശ്വാസത്തെ ഇകഴ്ത്തിക്കൊണ്ട് പട്ടി ഷോ എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെ ഒരു വിശ്വാസത്തെ ഈ പറയുന്ന വ്യക്തി ഇകഴ്ത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു വിശ്വാസത്തെ ഈ രീതിയിൽ ആശയം പോലും നശിച്ച രീതിയിൽ ഇകഴ്ത്തുന്നത്? എന്തിനാണ്? ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കൃത്യമായി ഞങ്ങളുടെ വിശ്വാസപ്രകാരം വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മുന്നറിയിപ്പായി നൽകിയത് കൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്നുള്ള രീതിയിൽ, ഇസ്ലാം മത വിശ്വാസികൾ എന്നുള്ള രീതിയിൽ അതിൽ ചെയ്യേണ്ട പ്രവർത്തന മേഖലയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി, അതിൻ്റെ പുണ്യകരമായ ഒരു അവസ്ഥയെ മനസ്സിലാക്കി, അതിന് സജ്ജമായി മുന്നോട്ട് നീങ്ങിയ ഇത്തരം സന്നദ്ധ പ്രവർത്തകരെ, ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള പ്രവർത്തകർ ആ രീതിയിൽ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള കർമ്മം ചെയ്തപ്പോൾ അതിനെ പട്ടി ഷോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇകഴ്ത്തുന്ന രീതിയിൽ ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാളൊക്കെ എന്ത് സഖാവാണ്? മുസ്ലിം സഖാക്കൾ, പള്ളിയിൽ പോകുന്ന ഒരുപാട് സഖാക്കളെ എനിക്കറിയാം. കേരളത്തിൽ അത്തരത്തിലുള്ള ധാരാളം സഖാക്കളുണ്ട്. ഇവനെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട്, ഇവനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇവന്റെയൊക്കെ മനസ്സിന്റെ വൈകൃതം മറ്റുള്ളവർക്ക് മുമ്പിൽ ദൈന്യത നടിക്കാൻ വേണ്ടി, ആളാകാൻ വേണ്ടി ഇടുന്ന ഇത്തരം പോസ്റ്ററുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഛിദ്രത എത്രയാണ് എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഏതായാലും വയനാടിന്റെ ദുരന്തത്തിൽ മുലപ്പാല് വേണോ എന്ന്, കുട്ടികൾക്ക് മുലപ്പാല് വേണോ എന്ന് ചോദിച്ച ആ അമ്മയോട് വളരെ മോശമായിട്ട് പ്രതികരിച്ച നാറിയ മനസ്സുകൾക്കൊപ്പം അതിനേക്കാൾ നാറിയ മനസ്സായിട്ട് ഇവനെ പോലെയുള്ള ആളുകളെ കാണേണ്ടി വന്നതും ഈ കേരളത്തിലാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശക്തമായ വിയോജിപ്പ് ആ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.